ഹലോ ഹായ്. ഇന്ന് നമുക്ക് വൻ ഉടായിപ്പ് തട്ടിക്കൂട്ട് ചിക്കൻ മന്തി ഉണ്ടാക്കാം. ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഗുഗും ഈവനിങ് വാക്കിന് ഇറങ്ങിയതായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് അറബിക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ ഈ മന്തിയുടെ പിക്ചേഴ്സും നല്ല മന്തിയുടെ മണമൊക്കെ വന്നപ്പോൾ ഗുഗുന് വിശപ്പ് തുടങ്ങി, മന്തി കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഉണ്ടാക്കി തരാമെന്ന്. സനുവിനോട് അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു, സനു മതിയിൽ നിന്ന് കുറച്ച് ചിക്കൻ ഓർഡർ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ സനു പറഞ്ഞു നമുക്കിന്ന് പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഏയ് പറ്റില്ല, ഞാൻ ഉണ്ടാക്കും മന്തിന്ന്. സനു ചിക്കൻ ഓർഡർ ചെയ്തു. ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ റെസിപ്പി നോക്കുമ്പോഴാണ് കാണുന്നത് മന്തി ഉണ്ടാക്കണമെങ്കിൽ മാഗി ക്യൂബ്, ചിക്കൻ ക്യൂബ് വേണം. അതില്ലെങ്കിൽ നമുക്ക് മന്തി മസാല ഉണ്ടാക്കണം. മന്തി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹോൾ കൊറിയൻഡർ സീഡ് വേണം, പിന്നെ ഡ്രൈ ലെമൺ വേണം, ഇത് വേണം അത് വേണം. ഇതൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഗുഗുനോട് പറഞ്ഞു, ഗുഗു നമുക്ക് മന്തി വേണ്ട, വേറെ എന്തെങ്കിലും ആക്കാം. പറ്റില്ല അമ്മ, എനിക്ക് മന്തി തന്നെ തിന്നണമെന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചിക്കൻ എടുത്തു. അതിൽ നമ്മൾ നോർമൽ മസാലപ്പൊടി, അതിൽ നമ്മൾ സിനമൻ്റെ സ്റ്റിക്ക് ഞാൻ പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അത് മാത്രമായിരുന്നു എക്സ്ട്രാ. പിന്നെ നോർമൽ നമ്മൾ മസാലപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ലെമൺ ജ്യൂസ് കൂടി മിക്സ് ആക്കിയിട്ട് മാരിനേറ്റ് ആക്കാൻ വെച്ചു. പിന്നെ ക്യാപ്സിക്കം, അര ക്യാപ്സിക്കം, 2 പച്ചമുളക്, ഒരു ഉള്ളി, പിന്നെ പുതിനയും കൊറിയൻഡറിൻ്റെ ലീഫും, ഇത് എല്ലാം കൂടിയിട്ട് കട്ടാക്കി വെച്ചു. നമ്മൾ പാൻ ചൂടാക്കിയിട്ട്, നമ്മൾ മന്തി ഉണ്ടാക്കേണ്ട അതേ പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ ചിക്കൻ നമ്മൾ ആദ്യം ഫ്രൈ ആക്കാൻ വെക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ചിക്കൻ നന്നായി നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വയ്ക്കുക. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് പോലെ ഇത് എവിടെയും നിങ്ങൾക്ക് ഈ റെസിപ്പി കിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണ്. പക്ഷെ അത് കഴിച്ചു വന്നപ്പോൾ സനു, ആദ്യം ഞാനിത് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഹിറ്റാണെങ്കിൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ എന്ന്. സനുവിനോട് ചോദിച്ചപ്പോൾ സനു പറഞ്ഞു ശരിക്കും മന്തിയുടെ ടേസ്റ്റ് ഉണ്ടെന്ന്. ഗുഗുവിനോട് ചോദിച്ചപ്പോഴും ഗുഗു മന്തിയുടെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് 2 ഗ്ലാസ് ബാസ്മതി റൈസിലാണ്. അപ്പോൾ ഗുഗു നന്നായിട്ട് റൈസൊക്കെ കഴുകി ഇരിക്കുകയായിരുന്നു. എൻ്റെ ലിറ്റിൽ ഹെൽപ്പറാണ് ഗുഗു. നമ്മളുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി. അതേ എണ്ണയിൽ നമ്മൾ ഹോൾ ഗരം മസാലാസ് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഇടണം. സനുവിൻ്റെ ചിക്കൻ ബിരിയാണി റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കക്ക ഫ്രൈ ഉണ്ടാക്കി. അപ്പോൾ അതിലൊക്കെ എൻ്റെ ഹോൾ ഗരം മസാല ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഉണ്ടായിരുന്ന ഗരം മസാലയുടെ സിനമൺ സ്റ്റിക്ക്, കാർഡമം, പെപ്പർകോൺസ്, പിന്നെ സ്റ്റാർ നൈസ് ഉണ്ടെങ്കിൽ അതും ഇടാം, എന്തൊക്കെയുള്ളത് അതൊക്കെ ഇടാം. പിന്നെ നമ്മൾ ഒരു ഉള്ളിയാണ് ഞാൻ ഇങ്ങനെ സ്ലൈസസ് ആക്കിയിട്ടുണ്ടായിരുന്നു, അത് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 2 ഗാർലിക്ക് ഇങ്ങനെ കട്ടാക്കിയിട്ട് നമ്മൾ വെളുത്തുള്ളി ഇട്ടു. നമ്മൾ ചിക്കനിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണ്. അപ്പോൾ ഈ ഓയിലിലും അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ 2 പച്ചമുളക്, ഒരെണ്ണം നല്ല എരിവുള്ളതും ഒരെണ്ണം നോർമലും. പിന്നെ നമ്മളുടെ അര ക്യാപ്സിക്കം അതും കൂടിയിട്ട് നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. ഈ പച്ചമുളക് എരിവിൻ്റെ അനുസരിച്ചിട്ട് ഇടാം. ഞാൻ ഉള്ള കാരണം, മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കാരണം ഞാൻ അധികം പച്ചമുളക് അതിലിടാൻ നോക്കിയിട്ടില്ല. ഇതിൽ നമ്മൾ വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യണില്ല. നമ്മൾ ചിക്കനിലത്തെ ആ ഓയിൽ ഫ്രൈ ചെയ്ത ആ ഓയിലത്തെ മസാല മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ലാണ്ട് നമ്മൾ ഒറ്റ മസാലപ്പൊടി ഇതിൽ ആഡ് ചെയ്യണില്ല. ഈ മന്തിയുടെ കൂടെ ഒരു ചട്നി കിട്ടുമല്ലോ, ഇത് എൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. 1 ടൊമാറ്റോ, 1 പച്ചമുളക്, 2 ഗാർലിക്ക്, പിന്നെ കൊറിയൻഡർ ലീഫ്, മല്ലിയില, പിന്നെ കുറച്ച് വിനീഗർ, 1 ടീസ്പൂൺ വിനീഗർ, അല്ലെങ്കിൽ പിന്നെ ലെമൺ വിനീഗർ ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പും, ഇത് കൂടിയിട്ട് മിക്സിയിൽ അടിക്കുക. എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ ചുവപ്പ് കളറാണ് ഉണ്ടാവാറ്, ഞാൻ ഉണ്ടാക്കിയപ്പോൾ പച്ച കളറായി. കൊറിയൻഡർ ലീഫ് കൂടിയ കാരണമായിരിക്കാം എന്ന് ഞാൻ ഗസ് ചെയ്യണു. ഇനി നമ്മളുടെ സൈഡിൽ നമ്മളുടെ ഈ ഉള്ളിയൊക്കെ ഒന്ന് ഇതായി വന്നപ്പോൾ നമ്മളതിൽ പുതിനയും കൊറിയൻഡറിൻ്റെ ലീഫും കൂടിയിട്ട് ആഡാക്കി അതും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ സനു ക്യാപ്സിക്കം ബാക്കി വന്നത് മോൾക്ക് ഹക്ക നൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ബാക്കി, അന്ന് സനു ബിരിയാണി ഉണ്ടാക്കിയ പുതിനയും മിൻറ്റ് ലീഫ് എല്ലാം ബാക്കി വന്ന സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ നമ്മുടെ റൈസ് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് നേരം റൈസ് അങ്ങനെ തന്നെ അതൊന്ന് ഫ്രൈ ആയിട്ട് ഇരിക്കട്ടെ. പിന്നെ നമ്മൾ അതിലേക്ക് ഇപ്പോൾ 2 ഗ്ലാസ് അരിയിലേക്ക് നമ്മൾ 2.5 ഗ്ലാസ് വെള്ളം, ഓക്കെ അതാണ് കണക്ക്. 2 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം. പിന്നെയാണ് നമ്മളുടെ മെയിൻ ഹൈലൈറ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോണത്, അതാണ് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരിക്കും ഞാൻ വിചാരിക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ തേങ്ങാപ്പാൽ ഇരിക്കുന്നുണ്ടായിരുന്നു,
അപ്പോൾ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ. സോ രണ്ട് ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് തേങ്ങാപ്പാലും. ഉപ്പ് ഇട്ടോളൂ കേട്ടോ. ഉപ്പ് ഇടുന്നത് ഞാൻ പറയാനും മറന്നു. ഇത് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിടാം. ഇനി നമ്മളിത് ഇളക്കാൻ പാടില്ല. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കൻ പീസസ് നമ്മളിതുപോലെ സെറ്റാക്കി വെക്കുക. എന്നിട്ട് നമ്മളത് മൂടി വെക്കണം. ഇനി നമ്മൾ കയ്യിലോണ്ട് ഇതൊന്നും ഇളക്കാൻ പാടില്ല. ലെറ്റ് ഇറ്റ് റെസ്റ്റ്. ഇതാണ് എൻ്റെ മോമോ കിച്ചണിൽ കയറില്ല. അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യും. നമ്മൾ കഴിക്കുന്നത് ഫുഡൊന്നും കഴിക്കില്ല. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ പോലും ആളുടെ ഫുഡ് മാത്രം കഴിക്കുള്ളൂ. പക്ഷെ ഞാൻ എവിടെയാണ് പണിയെടുക്കണത്, എൻ്റെ അവിടെ വന്നിട്ട് ആൾക്ക് ഇരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഈ മന്തി ഒരു വെവ്വന്ത് വരെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം വെന്തോ ഇല്ലേന്ന്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഐ എം നോട്ട് എ ഷെഫ്. എനിക്ക് കുക്ക് ചെയ്യാൻ തീരെ ഇഷ്ടമില്ല. ഇത് മോളിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തൊരു പരീക്ഷണമാണ്. ഞാൻ ഈ ചാനലിൽ എൻ്റെ കുക്കിംഗ് വീഡിയോസ് ഉടായിപ്പ് വീഡിയോസൊക്കെ ആണെങ്കിൽ കുക്കിംഗ് വീഡിയോസ് ആണെങ്കിൽ ഞാൻ ഇടും. കുറേ ഉടായിപ്പ് കുക്കിംഗ് വീഡിയോസ് ഉണ്ട് എൻ്റെ കയ്യിൽ. വീഡിയോസല്ല, റെസിപ്പീസ് ഉണ്ട്. ഞങ്ങൾ രണ്ട് എക്സ്ട്രീംസാണ്. സനു ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ആൾക്ക് എല്ലാ കാര്യങ്ങളും വേണം. നിങ്ങൾ ബിരിയാണി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല, ലെമണൊക്കെ സ്ലൈസാക്കിയിട്ട് അങ്ങനെ പക്കയായിട്ട് ചെയ്യുള്ളൂ. ഞാനാണെങ്കിൽ എത്ര പെട്ടെന്ന് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം അത് ചിന്തിച്ചിട്ടാവും ഞാൻ നടക്കണ്ടാവുക. അപ്പോൾ ഈ ചാനലിൽ നിങ്ങൾ 2 ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല വീഡിയോസ് എന്നിട്ട് ടേസ്റ്റിലത് മാത്രം ഞങ്ങൾ ഇടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഗാർഡനിലത്തെ ഫ്ലവറാണ്. അതൊന്ന് എന്ത് പൂവാണ് എന്ത് ചെടിയാണെന്നൊന്നും എനിക്കറിയില്ല. മുട്ട് വന്നിട്ടുണ്ട്. വിരിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫോട്ടോ ഇടാം. അപ്പോൾ ഞാൻ റൈസ് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല വിട്ടിരിക്കുന്നുണ്ട്. ഉപ്പും നല്ല പാകത്തിനായിരുന്നു. അപ്പോൾ നമുക്ക് ഗുഗുനോട് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. സ്പെഷ്യൽ മന്തി മോമോ മന്തി കഴിക്കണ്ട. Wonderful rice. Wonderful, yummy. You should better try this. Like this. So spicy. Like so this. elegant. Looking like a spicy chicken. Gugu, like this. Sorry. ഒന്നും കാണാനില്ല. ശരിക്ക് കഴിച്ചിട്ട് പറയും. ശരിക്ക് കഴിച്ചിട്ട് ബാബു. Seriously, it's tasty. Now try the chicken. Yummy chicken. ചൂടാ? അല്ല. പിന്നെ? Let's try another one. There was a bone inside. അതന്നെ അല്ലേ ബോണ്. ചൂടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മതി. വീഡിയോക്ക് വേണ്ടിട്ടല്ല, ശരിക്കും പറയാം. നല്ല ടേസ്റ്റ് ഉണ്ടാ? അതെയാ? ആൻഡ് റൈസ്? താങ്ക് യു. But you should better try this. It's so spicy. Which one? The chutney, right? Chutney you need to mix with the rice. Rice is not spicy, no? Looking like wow. So you need to mix the chutney and the rice. Little bit chutney and a lot of rice. Adu koreyavum. Kore rice and a little bit of chutney. Looking like wow. We look good. Yeah. Tudu. Spicy? It is different. Look. Normal, right? That's why we add chutney. Different, right?
Chutney makes it different, no? Yeah, the chutney with the rice is good. Good. Okay. Bye.